ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദീർഘമായ ഒരു പഠന പരമ്പരയുടെ അവസാന എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു പഠന തപസ്യയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് എബ്രായർ ലേഖനത്തിൻ്റെ അവസാന അധ്യായം 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായ 5 കാര്യങ്ങൾ പൗലോസ്ലീഹ വളരെ ശക്തമായി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം എപ്രകാരമായിരിക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായ, പരിശീലിക്കേണ്ടതായ, നമ്മെ ഒരുക്കേണ്ടതായ ചിന്താശകലങ്ങൾ എന്തൊക്കെയാണ്, അതിലൂടെ നമ്മളുടെ ജീവിതത്തെ തന്നെ അനുഗ്രഹപ്രദമാക്കുവാൻ തക്കവണ്ണം സാധിക്കണം എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടി പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദര നിർവിശേഷമായ സ്നേഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കട്ടെ. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ക്രിസ്തു വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റേതായ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ വളരെ കാതലായ ഒരു വേദവചനമാണ് ഹാവ് ദ ട്രൂ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഫിലിപ്പിയർ 2:5. ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും ക്രിസ്തീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ ഒരു സ്വഭാവവിശേഷം, ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരുടെ ഒരു സ്വഭാവവിശേഷം, പലപ്പോഴും ഞാൻ ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുകയും ദൈവവചനപ്രകാരമാണ് എൻ്റെ ജീവിതമെന്ന് പറയുകയും, പക്ഷേ ആ ഭക്തൻ്റെ ജീവിതം പലപ്പോഴും ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രവൃത്തികളിലേക്ക് പോകുമ്പോഴാണ് ക്രിസ്തു ഇപ്പോഴും ക്രൂശിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇത് ആത്മീയ ഗോളത്തിലെ ഒരപജയമായിട്ടാണ് ഇന്ന് കാണുന്നത്. വിശ്വാസമുണ്ട്, പ്രവൃത്തിയിലില്ല. പ്രസംഗമുണ്ട്, ഉപദേശമുണ്ട്, വ്യക്തിജീവിതത്തിൽ ക്രിസ്തുവിനെ മാതൃകയാക്കി മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനായിട്ട് സാധിക്കാത്ത ഒരനുഭവമാണ് പലപ്പോഴും ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ക്യാൻസറായി രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസി, ഒരു ഭക്തൻ പുലർത്തേണ്ടതായ, പ്രതിഫലിപ്പിക്കേണ്ടതായ വിഷയങ്ങളെക്കുറിച്ചാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. അവിടെ ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദര സ്നേഹം. നിർവിശേഷമായ സ്നേഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കട്ടെ. പരസ്പരമുള്ള സ്നേഹത്തെ ഭഞ്ജിപ്പിക്കുന്ന, ഇല്ലാതെയാക്കുന്ന, നിർവീര്യമാക്കുന്ന പല ഘടകങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. അതൊരു കുടുംബജീവിതത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും നമ്മൾ ചെയ്യുന്നതായ ശുശ്രൂഷകളിലോ അല്ലെങ്കിൽ ഉപജീവന മാർഗങ്ങളിലോ ഒക്കെ ഇങ്ങനെയുള്ള പ്രതികൂലതകൾ വന്നെന്നിരിക്കാം. സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന, നമ്മിൽ നിന്ന് അന്യമാക്കി കളയുന്ന ചില സ്വാധീനങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരാം. എന്നാൽ ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്, സഹോദര സ്നേഹത്തിൽ നിങ്ങൾ ഓരോരുത്തരും അഭിവൃദ്ധി പ്രാപിക്കണം എന്ന് വെച്ചാൽ ഇന്നലെ ഉള്ള സ്നേഹത്തേക്കാൾ അല്പം കൂടെ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ദൈവത്തോട് അടുത്ത് ചേരുവാൻ തക്കവണ്ണം ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ എൻ്റെ നടത്ത ദൈവത്തെ നോക്കിയാണെങ്കിലും ഞാൻ പിറകോട്ടാണ് നടക്കുന്നത് എങ്കിൽ എനിക്ക് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധ്യമല്ല. അതുപോലെ
സഹോദരനോട് വൈരം വെച്ച് പുലർത്തുകയും എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിസ്തീയ ജീവിതമാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ത് നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നിന്നെ ഉപദ്രവിച്ചാലും നിൻ്റെ വസ്തുവകളൊക്കെയും അവർ അപഹരിച്ചെന്നാലും അല്ലെങ്കിൽ നിന്നെ പലവിധമായ ഉപദ്രവങ്ങൾ നടത്തിയെന്ന് വന്നാലും നിന്ദിച്ചാലും പരിഹസിച്ചാലും മറ്റുള്ളവരോടൊക്കെ നിന്നെപ്പറ്റി എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വന്നാലും നിന്നിൽ സഹോദര സ്നേഹം നഷ്ടപ്പെട്ടു പോകരുത്. അതിന് നാൾക്ക് നാൾ അഭിവൃദ്ധി വരുത്തുവാനായിട്ട് നിനക്ക് സാധിക്കണം. വീണ്ടും പൗലോസ്ലീഹ പറയുകയാണ്, അതിഥി സൽക്കാരം. നിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നവരെ സൽക്കരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. അപരിചിതരായിട്ട് കടന്നു വരുന്നവരെ സ്വീകരിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ മാലാഖമാരെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാനായിട്ട് നിനക്ക് സാധിക്കണം. വിശക്കുന്നവനോട് കരുണ തോന്നുവാനായിട്ട് സാധിക്കണം. അവൻ്റെ വിശപ്പടക്കുവാൻ നിനക്ക് സാധിക്കണം. ദാഹിക്കുന്നവൻ്റെ ദാഹം തീർക്കുവാൻ നിനക്ക് സാധിക്കണം. വേദനിക്കുന്നവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിഥികളെ സ്വീകരിക്കുവാൻ ഇതാ അബ്രഹാമിൻ്റെ അടുക്കലേക്ക് 3 അപരിചിതർ കടന്നു വന്നു. അവർ അവനെ സ്വീകരിച്ചു. അവർക്ക് മേൽത്തരം ഭക്ഷണമുണ്ടാക്കി കൊടുത്തു. അവർ പറയുകയാണ്, അടുത്ത വർഷം ഞങ്ങൾ ഇതുവഴി വരുമ്പോൾ നിനക്ക് സന്താനഭാഗ്യത്തെ ദൈവം തമ്പുരാൻ തന്നിരിക്കും. അറിയാതെ സൽക്കരിക്കപ്പെട്ടതായ 3 ദൈവപുരുഷന്മാർ പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്നവരായി നമ്മൾ മാറുന്നില്ലേ? നമ്മളുടെ അടുക്കൽ വന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി വിശന്ന് വലഞ്ഞതായി ഒരു മനുഷ്യൻ വന്ന് കൈനീട്ടുമ്പോൾ നീ മുഖം മാറ്റിക്കളയുന്നു എങ്കിൽ നീ ദൈവത്തെയല്ലേ തള്ളിപ്പറയുന്നത്? ഒരല്പം ദാഹജലത്തിനു വേണ്ടി നിൻ്റെ അടുക്കലേക്ക് വന്ന് കെഞ്ചുമ്പോൾ, സഹോദര ഒരല്പം വെള്ളം. പലരും ചോദിക്കാറുണ്ട്, രാവിലെ ഒന്നും കഴിച്ചില്ല സാറേ, ഒരു ചായ കുടിക്കാനുള്ള പൈസ തരുമോ? അവിടെയും നമ്മളുടെ മുഖത്തെ മറച്ച് കളയുന്നു എങ്കിൽ നീ തള്ളിക്കളയുന്നത് ദൈവത്തെയല്ലേ? നീ ആരെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്? രാജാവിന് തുല്യനായ ദൈവം നിൻ്റെ അടുക്കൽ വന്ന് നിന്നോട് ഭിക്ഷ യാചിക്കുമോ? ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ എനിക്കാകുന്നു ചെയ്യുന്നത്. ഇല്ലാത്തവരെ സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് സഹോദര സ്നേഹത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ സാധിക്കണം. 2, അതിഥി സൽക്കാരം മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെയും 19-ാമത്തെ അധ്യായത്തിൽ ലോത്തിനെയുമൊക്കെ ചിത്രീകരിക്കുന്ന മാലാഖമാരെ സൽക്കരിക്കുന്നവരുടെ പരാമർശത്തെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും പറയുകയാണ് 3-ാമത്തെ വാക്യത്തിൽ, തടവുകാരോടും പീഡിതരോടും സഹാനുഭൂതി കാണിക്കണം. തടവുകാർ ശിക്ഷിക്കപ്പെട്ടവരായിരിക്കാം. സമൂഹത്തിൽ പീഡനങ്ങൾ സഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിർദോഷികളായ മനുഷ്യർ അംഗവൈകല്യം മൂലം മാനസികമായ ക്ലേശം അനുഭവിക്കുന്നവർ, മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവർ, ഉപേക്ഷിക്കപ്പെടുന്നവർ, മക്കളെല്ലാം വലിയ നിലയിലാണെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ വഴിയോരങ്ങളിലായിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. തങ്ങളുടേതത്രയും മാനസികമായ വളർച്ചയില്ലാതെ മാനസികമായ വെല്ലുവിളികളെ നേരിടുന്ന സഹോദരങ്ങളെ പീഡിപ്പിക്കുന്നതായ, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതായ മാതാപിതാക്കളെ ഒക്കെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പീഡിതരെയും വേദനിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ നിൻ്റെ ജീവിതത്തിൽ, ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന, ക്രിസ്തുവിനെ ആരാധിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുമോ? അവിടെയും നീ കൈമലർത്തിയിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം യേശുതമ്പുരാൻ പറഞ്ഞത്,
എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരുവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ മാതാവും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും. അതുകൊണ്ട് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ, സഹോദര സ്നേഹം മുറുകെ പിടിക്കണം. അതിഥി സൽക്കാരം, അതിൽ നിന്ന് നീ പിന്മാറിപ്പോകരുത്. ഉത്സാഹമുള്ളവനായിരിക്കണം. തടവുകാരോടും പീഡിതരോടും സഹാനുഭൂതി കാണിക്കുന്നവരായിരിക്കണം. വീണ്ടും പറയുകയാണ്, കുടുംബജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ പവിത്രത സൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം. 4-ാമത്തെ വാക്യം, വിശ്വാസികളുടെ ഇടയിൽ വളരെയേറെ മാന്യമായി, വളരെ പവിത്രമായി സൂക്ഷിക്കുന്നതായ ഒരനുഭവമാണ് കുടുംബജീവിതം, വിവാഹ ജീവിതം. വിവാഹ ജീവിതത്തിൽ മാലിന്യമുണ്ടാകുവാനായിട്ട് ഇടയാകരുത്. അത് വിശുദ്ധമാണ്, അതിനെ തിരസ്കരിക്കുവാനുള്ളതല്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇവിടെ പുരുഷനെയും സ്ത്രീയെയും ഒന്നാക്കി തീർക്കുന്ന കൗദാശികമായ ബന്ധമാണ് വിവാഹ കൂദാശ. നിങ്ങൾ നീ രണ്ടല്ല ഒന്നത്രേ. ആ ഒന്നായിത്തീരുന്ന അനുഭവത്തിൽ പരസ്പരം മറച്ചുവെക്കാത്ത, കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ ജീവിത പങ്കാളിക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നെ മറുവിലയായി നൽകുവാൻ കഴിയുന്ന ഒരു ദൈവികമായ പവിത്ര സ്നേഹമാണ് വിവാഹ ജീവിതത്തിലെ സ്നേഹമെന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും പല അരാജകത്വത്തിലേക്ക് കുടുംബജീവിതങ്ങൾ അതിലൂടെ നശിച്ചു പോകുന്ന വ്യത്യസ്തമായ പ്രതിസന്ധികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നായിത്തീർന്ന അനുഭവത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന അനുഭവം, മാതാപിതാക്കളെ വേണ്ട എന്ന് പറയുന്ന മക്കളുടെ സാക്ഷ്യപ്പെടുത്തലുകൾ, ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കാത്ത ഭാര്യമാർ, ഒരു നിമിഷം പോലും ഈ ഭാര്യയോടൊത്ത് ജീവിക്കാൻ സാധിക്കയില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാർ, കുടുംബബന്ധത്തിൻ്റെ പവിത്രതകൾ നഷ്ടപ്പെട്ട്, പരസ്പര സ്നേഹവും സഹനവും കരുണയും കരുതലും നഷ്ടപ്പെട്ട്, സ്വാർത്ഥതയ്ക്കു വേണ്ടി വിവാഹ ജീവിതത്തിൻ്റെ ധന്യമായ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി അരാജകത്വത്തിലേക്ക് നീക്കുന്ന ഒരു തലമുറകൾ, എന്തിന് വിവാഹമെന്ന് ചോദിക്കുന്ന പുതിയ തലമുറയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് വിവാഹ ജീവിതം, അതിൻ്റെ പവിത്രത, അതിൻ്റെ ദൈവികമായ ഉദ്ദേശം ഒന്നും മനസ്സിലാക്കുവാൻ കഴിയാതെ അവനവൻ്റെ സ്വാർത്ഥതയ്ക്കു വേണ്ടി മുന്നോട്ട് പോകുന്നതായ പുതിയ തലമുറയെയും കാണുവാനായിട്ട് സാധിക്കും. 5-ാമതായിട്ട് പൗലോസ്ലീഹ 5-6 വാക്യങ്ങളുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പറയുന്നത്, ദ്രവ്യാഗ്രഹം വെടിയണം. ദ്രവ്യാഗ്രഹമാണ് സകല നാശത്തിൻ്റെയും കാരണം. 1 തീമോഥെയോസ് 6:10 പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. ഇന്ന് പലപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ കാണുന്ന കൊലപാതകങ്ങളും പീഡനങ്ങളും ഉപദ്രവങ്ങളും അഴിമതിയും അക്രമങ്ങളും എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ കാരണത്തിലേക്ക് തിരക്കി ചെല്ലുമ്പോൾ ദ്രവ്യാഗ്രഹമാണ്. മറ്റുള്ളവൻ്റെ സ്വത്ത് തട്ടിയെടുക്കുവാൻ, സമ്പത്ത് തട്ടിയെടുക്കുവാൻ മുതിർന്ന ധാരാളം ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസവും മോഷണങ്ങളുടെ പരമ്പരകളാണ്, കൊലപാതകങ്ങളുടെ പരമ്പരകളാണ്, സ്ത്രീധനത്തിനു വേണ്ടി ഉള്ള പീഡനങ്ങളുടെ പരമ്പരയാണ്, സ്വത്തിനു വേണ്ടി കൊലപാതകങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന പരമ്പരകളാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത്. ദ്രവ്യാഗ്രഹം സർവ്വവിധ ദോഷത്തിനും കാരണമായി തീരുന്നു. അവിടെയാണ് മശിഹാ തമ്പുരാൻ നമ്മോട് പറഞ്ഞത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. നിങ്ങൾ എന്തിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്, എന്തിനെയാണ് ആഗ്രഹിക്കുന്നത്, അതിൻ പ്രകാരമായിരിക്കും നിൻ്റെ ഹൃദയം ചലിക്കുന്നത്. അതുകൊണ്ട് ദ്രവ്യാഗ്രഹം എന്നുള്ള ക്യാൻസർ രോഗത്തെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് നിശേഷം മാറ്റി അടർത്തിക്കളയുവാനായിട്ട് നിനക്ക് സാധിക്കണം. ദ്രവ്യാഗ്രഹം മൂലം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ നല്ലതായ അനുഭവങ്ങൾ. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുന്ന സമയങ്ങളുണ്ട്, എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ അവൻ്റെ ദയ ചുറ്റിക്കൊള്ളും. അവനെ അന്വേഷിക്കുന്നവർക്ക് ഒരു മുട്ടുമുണ്ടാകുകയില്ല. യഹോവയിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. എന്നാൽ ദ്രവ്യത്തിനു വേണ്ടി ഓടി നടക്കുന്നവർ എന്തിനൊക്കെയോ വേണ്ടി പരക്കം പായുന്നു. എന്തെന്നും ഏതെന്നും അറിയാതെ എന്തൊക്കെയോ സ്വന്തമാക്കുവാൻ വേണ്ടി പരക്കം പായുന്ന മനുഷ്യൻ അവസാനം നശിച്ചു പോകുന്ന മൃഗത്തെ പോലെ
മണ്ണിനോട് ഇഴുകിച്ചേരുന്നു. ഇതല്ലേ അവസാനം? നീ എത്ര ശോഭിച്ചിരുന്നാലും, ഹാ പുഷ്പമേ, അതീവ തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നാലും ദാ വീണ് കിടക്കുന്നു. രാജ്ഞി കണക്കെ നീ ശോഭിച്ചിരുന്നു, പക്ഷേ ഇന്ന് നിൻ്റെ അവസ്ഥ എന്താണ്? വീണ പൂവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദ്രവ്യാഗ്രഹത്തിൽ നിന്നും നിൻ്റെ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കണം. ദൈവം തരുന്നത് കൊണ്ട് തൃപ്തരാകുവാനായിട്ട് സാധിക്കണം. ദൈവം തരുന്നതെനിക്ക് മതി, അതിലെനിക്ക് സന്തോഷമുണ്ട്. ആ ദൈവം തന്നത് നിൻ്റെ ഏതാവശ്യത്തിനും മതിയായവനെയാകുന്നു. എത്രമാത്രം കഠിനമായ പ്രതിസന്ധികൾ വന്നാലും, സാമ്പത്തികമായി ഞെരുക്കങ്ങൾ വന്നാലും, ദൈവം സന്തോഷത്തോടെ തന്നത് അത് 100 മേനി അനുഗ്രഹമായി തീരും. 5 അപ്പവും 2 മീനും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, പക്ഷേ 5000 പേര് ഭക്ഷിച്ച് തൃപ്തരായി 12 കൂട്ട നിറച്ചെടുത്തു. അല്പം മതി. ആ അല്പം ദൈവാനുഗ്രഹത്തോടു കൂടിയാണെങ്കിൽ നിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അത് അധികമാകുന്നു. എന്നാൽ നീ എത്രമാത്രം സമ്പാദിച്ചാലും, എത്രമാത്രം കൂട്ടിവെച്ചാലും, ദൈവം നിന്നോട് കൂടെ ഇല്ല എങ്കിൽ ഈ കൂട്ടിവെച്ചതിനൊന്നും മണ്ണിൻ്റെ പൂഴിയുടെ വില പോലും ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് അവന്. അവൻ കണ്ണുനീർ തടങ്ങളെ ജലാശയങ്ങളാക്കി മാറ്റും. അത്ഭുതകരമായ ദൈവത്തിൻ്റെ വിടുതലും കരുതലും നടത്തിപ്പും അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചവന് മാത്രമേ ആ തൃപ്തിയോടെ ദൈവത്തിൻ്റെ അടുക്കൽ പിൻപറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ പല കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ആവലാതിപ്പെട്ട്, വിവശതപ്പെട്ട്, പരാതിപ്പെട്ട്, അല്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ കുറേ നേടുവാൻ തക്കവണ്ണം അർത്ഥമറിയാതെ, ജീവിതത്തിൻ്റെ മൂല്യമറിയാതെ, ലക്ഷ്യമില്ലാതെ പായുന്ന മൃഗങ്ങളെപ്പോലെ ആയിത്തീരുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സത്യബോധനത്തെ കാത്ത് സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്ന 7-ാമത്തെ വാക്യത്തിൽ ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ പിതൃക്കളെ, നേതാക്കന്മാരെ ഓർക്കുവാനായിട്ട് സാധിക്കണം. നിങ്ങളോട് ദൈവവചനം പറഞ്ഞ് പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവിതഫലം പരിഗണിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തെ അനുകരിപ്പീൻ. നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർത്തുകൊള്ളണം. അവരുടെ വിശ്വാസത്തെ അനുകരിക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ, അവരെപ്രകാരമാണ് ദൈവത്തോട് ചേർന്ന് നടന്നത്. അബ്രഹാം ദൈവത്തോടുള്ള വിശ്വാസത്താൽ സകലതും വിട്ട് അവൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അവൻ നടന്നുപോയി. ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് ലോകം തന്നെ ഭ്രാന്തനെന്ന് തള്ളിപ്പറഞ്ഞിട്ടും ദൈവത്തിൻ്റെ കൽപ്പനയാൽ നോഹ പെട്ടകം പൂർത്തിയാക്കി. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന അനുഭവം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ജീവിതത്തെ കാണിച്ചു തന്നവരാണ് പരിശുദ്ധ പിതാക്കന്മാർ. അവർ ദൈവവചനം നമ്മെ പഠിപ്പിച്ചവരാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാരെ ഓർക്കുവാനായിട്ടും കുർബാനകളിൽ ഓർക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അവരുടെ വിശ്വാസത്തെ അനുകരിക്കുവാനായിട്ട് സാധിക്കണം. ആ വിശ്വാസ തീഷ്ണതയും വിശ്വാസത്തിനുള്ള പോരാട്ടവും നമുക്ക് പ്രചോദനം പകരണം. പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന ദൈവികമായ മാതൃക. ലോകത്തിൻ്റെ ആഡംബരങ്ങളിലും സുഖലോലുപതകളിലും അല്ല അവർ സന്തോഷം കണ്ടെത്തിയത്. ദൈവത്തെ സ്നേഹിക്കുകയും വേദനിക്കുന്നവന് ആശ്വാസം കൊടുക്കുമ്പോഴും, രോഗികളെ തലോടുമ്പോഴും, രോഗക്കിടക്കകളെ മാറ്റി വിരിച്ചു കൊടുക്കുമ്പോഴും, ആരോരുമില്ലാത്തവർക്ക് സഹായകനായി നിൽക്കുമ്പോഴും, അതിലൊക്കെയും അവർ ദൈവികമായ സന്തോഷത്തെ കണ്ടെത്തി. ലോകത്തെ ത്യജിച്ച് ദൈവത്തെ സ്നേഹിച്ചു. ശരീരത്തിൻ്റെ രോഗങ്ങളെപ്പോലും തൃണവൽക്കരിച്ചു. ദൈവമേ, പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തിൽ ഒരു ശൂലമുണ്ടത് മാറ്റിത്തരണം. ഒരുപക്ഷെ ശക്തമായ രോഗത്തിൻ്റെ കാഠിന്യമായ വേദനയായിരിക്കാം. എന്നാൽ എൻ്റെ കൃപ നിനക്ക് മതി. അത് സകലത്തിലും മതിയായതാകുന്നു. ഏത് വേദനകളെയും, ഏത് കഷ്ടതകളെയും, ഏത് പ്രയാസങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള ആത്മശക്തി, കൃപാവരം, അത് പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അത് കാട്ടിത്തന്നവരാണ് നമ്മളുടെ പിതാക്കന്മാർ. അവരുടെ വിശ്വാസത്തെ അനുകരിക്കുവാനും അവരുടെ വിശ്വാസ തീഷ്ണതയിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കണം.
അവരോട് നമുക്ക് കടപ്പാടുണ്ട്. വീണ്ടും 8-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ നേതാക്കന്മാർ ഒരുപക്ഷെ മൺമറഞ്ഞു പോകാം. ഇതുവരെ ഉണ്ടായിരുന്ന ആ പിതാക്കന്മാരൊക്കെയും മൺമറഞ്ഞു പോയവരാണ്. പക്ഷേ മൺമറഞ്ഞു പോകാത്ത ഇന്നും ജീവിക്കുന്ന ഒരു ക്രിസ്തു നമുക്ക് മധ്യത്തിലുണ്ട്. നമ്മളുടെ പ്രത്യാശയും നമ്മളുടെ വിശ്വാസവും ആ ക്രിസ്തുവിലാണ്. അവിടുത്തെ സ്നേഹവും അവിടുത്തെ ജ്ഞാനവും ഭക്തിയും ശക്തിയും ഒക്കെ അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. കാരണം അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്, അവൻ നമ്മളുടെ പ്രവാചകനാണ്, അവൻ എന്നേക്കും രാജാവായി വാഴുന്നവനാണ്. അവിടുന്ന് തലമുറ തലമുറയായി നമ്മളുടെ സങ്കേതമായ ദൈവമാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തിൽ ബലപ്പെട്ടിരിക്കുവാൻ നമുക്ക് സാധിക്കണം. ദുരുപദേശങ്ങളും തിന്മകളുടെ സ്വാധീനങ്ങളും തെറ്റായ വഴികളും ഒക്കെ കാട്ടിത്തരുന്ന അനേക വഴികൾ ഇന്ന് നമുക്കുണ്ട്, കാണുവാൻ സാധിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ തന്നെ ക്രിസ്തുവിനെ വിശ്വാസ നായകനും പൂർത്തി വരുന്നവനുമായി ക്രിസ്തുവിനെ നോക്കി തന്നെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. തെറ്റായ സ്വാധീനങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. സൂര്യൻ പകൽ വെളിച്ചം പോലെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ആ നീതിസൂര്യനായ ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യേണ്ടപ്പോൾ ഇരുട്ടിൽ തപ്പിത്തടയുന്നവരാകരുത് നമ്മൾ. ഇവിടെ പൗലോസ്ലീഹ ഈ വേദഭാഗത്തിലൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം സഹിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്നു, എന്നാൽ മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് ചവിട്ടിക്കളയുന്നു. ഈ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഒരു ദിവ്യബലിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇവിടെ നമുക്ക് ശാശ്വതമായ ഒരു നഗരമില്ല, നമ്മളിവിടെ പരദേശികളാണ്, നമുക്ക് നിത്യമായ ഒരു വാസസ്ഥലം എൻ്റെ കർത്താവ് എനിക്ക് സ്വർഗത്തിൽ ഒരുക്കുന്നു. ആ സ്വർഗീയമായ വാസസ്ഥലത്തേക്ക് പോകുവാൻ തക്കവണ്ണമാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭൗമികമായ കൂടാരങ്ങളെക്കുറിച്ച് എനിക്ക് വേവലാതിയില്ല, വേദനയില്ല. കാരണം നിത്യമായ ഒരു ഭവനം എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ആ നിത്യമായ ഭവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രബലി അർപ്പിക്കുവാനും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ആത്മീയ പിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നൽകിയിരിക്കുന്ന ഓരോരോ ചുമതലകളും ദൈവികമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ അവസാന ഭാഗത്തേക്ക് 18-ാമത്തെ വാക്യം മുതൽ വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നമ്മളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. പരസ്പരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാ നന്മയിലും സമ്പൂർണ്ണരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. സമാധാനത്തിൻ്റെ ദൈവം എന്നും നമ്മോട് കൂടെ ഇരിക്കും. അവൻ ശ്രേഷ്ഠനായ പിതാവാണ്, അവൻ നല്ല ഇടയനാകുന്നു. കാരണം അവൻ സ്വന്തം രക്തത്താൽ ഉടമ്പടി ഉണ്ടാക്കി നമ്മെ വീണ്ടെടുത്തവനാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പൗലോസ്ലീഹ ഈ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തൻ്റെ ജീവനെ തന്നെ നമുക്ക് വേണ്ടി മറുവിലയായി നൽകിയ ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ തക്കവണ്ണം, ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം, ആ സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുവാൻ മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ആ ദൈവസ്നേഹത്തെ രുചിച്ചറിയുവാൻ, ആ ദൈവസ്നേഹം ദിനംതോറും പാനം ചെയ്യുവാൻ, ആ ദൈവസ്നേഹം എന്നിലൂടെ ഒഴുകുവാൻ, മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം വ്യാപരിപ്പിക്കുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കി തീർക്കുവാൻ തക്കവണ്ണം ക്രിസ്തീയ ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് പൗലോസ്ലീഹ അടിവരയിട്ട് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ തന്നെ സൂക്ഷ്മതയോടും വളരെയേറെ ശ്രദ്ധയോടും പരിപാവനതയോടും വിശുദ്ധിയോടും നിഷ്കളങ്കതയോടും സ്നേഹത്തോടും കൂടെ നമ്മളുടെ ജീവിതത്തെ ക്രിസ്തുവിൽ പൂർണ്ണതയിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എബ്രായ ലേഖനത്തിൻ്റെ ആത്മീയമായ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ലോകമെമ്പാടും ഈ തിരുവചന പഠനത്തിൽ പങ്കാളികളായവർ
ശ്രദ്ധിച്ചവർ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ബൈബിൾ മ്യൂസിയത്തോട് ചേർന്നുള്ള വേർഡ് ടു വേൾഡ് ചാനലിൽ ഈ തിരുവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം അവസരമൊരുക്കിയ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരിക്കുന്ന ബ്രദർ മാത്യു വർഗീസിനോടും ഈ സ്ഥാപനത്തോടും ആദ്യം മുതൽ ഈ തിരുവചന പഠനം സംപ്രേഷണം ചെയ്യുവാൻ തക്കവണ്ണം ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരങ്ങളോടും ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹങ്ങളും സമൃദ്ധമായി വന്നാവസിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.